ഇന്നൊരു പുരാതനമായ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. ഇന്ന് കൊക്കാത്തോട് കുറിച്ചി അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഈ നാഗരാജാവിൻ്റെ ശില്പമാണ്. പണ്ട് ഇവിടെ ആയിരുന്നു വഞ്ചിയുള്ള സ്ഥലമാണ്. ഇവിടെ വഞ്ചിയായിരുന്നു. ഇതെല്ലാം അടഞ്ഞു പോയതാണ്. വഞ്ചി ഇവിടെ ആയിരുന്നു വെച്ചിരിക്കുന്നത്. ഇത്ര വർഷം പഴക്കമുള്ള മരമാണ്. ഇത് കിടങ്ങായിരുന്നു പണ്ടത്തെ ആന കയറായിരിക്കാനുള്ള ക്ഷേത്രത്തിലേക്ക്. ഇതെല്ലാം ആന ചവിട്ടി നിരത്തി കളഞ്ഞതാണ്. മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാനന്ദ സ്വാഭാവികം സാധിപ്പാനെഴുതായ സാധനം ഏതൊന്നുള്ളൂ. പുരാണങ്ങൾ ഉള്ളവയല്ലേ ജഗന്മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽ. ഇവിടെ വലിയ ചെയ്തിട്ട് മതി. അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് എടുക്കാം. ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 40 വർഷം കൊണ്ട് 40 വർഷം കൊണ്ട് ഐശ്വര്യമൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഒരു വിഷമം വന്നു. വീടിന് തീയൊക്കെ കത്തി. കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടില്ല. ഈ വർഷം അമ്മ അനുഗ്രഹിച്ച് വന്ന് പൊങ്കാല ഇട്ടു. ഇനി ആവുന്ന കാലം വരെയും പൊങ്കാല കയറി വരാനാവുന്ന കാലം എന്ന് ഞാൻ നടന്നാവുന്ന പൊങ്കാല ഇട്ടത്. ഈ പ്രാവശ്യം വണ്ടി വിളിച്ചു വന്ന് പൊങ്കാല
ഉണ്ട് 10 ഉണ്ട്. ഞങ്ങളെല്ലാം ഒരുപോലെ പൊങ്കാല പിന്നെ എന്റെ മക്കൾ 6 വർഷം കൊണ്ട് വരുന്നുണ്ട്. 6 വർഷം കൊണ്ട് ഈ അമ്പലത്തിനെ പറ്റി എന്താ ഈ പറയുക? അമ്പലത്തിനെ പറ്റി അറിയാൻ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇത് ക്ഷേത്രമായിരുന്നു. എത്ര വർഷം അവിടെ വരുന്നത്? ഞങ്ങൾ ഇവിടെ വന്നിട്ട് 40 വർഷത്തിന് മേലെ. അതിന് മുമ്പ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന് തീ പിടിച്ചു പോയില്ല ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത്. അത് എന്ത് സംഭവിച്ചു തീ പിടിച്ചെന്നല്ല, ആ പോറ്റിയാനെ ആ പ്രതിഷ്ഠ എടുത്തോണ്ട് കുളത്തി ചാടിയെന്നൊക്കെ ഞങ്ങൾക്ക് അത്രേ അറിയത്തുള്ളൂ. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇന്നും അതുപോലെ ഈ അമ്പലം തെളിയാതെ കിടക്കുക. ഈ അമ്പലം തെളിയണമെന്നൊരു നമ്മളെല്ലാവരും കൂടെ കൂടി സഹായിച്ചിട്ട് ഈ അമ്പലം തെളിയുന്നതാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷം. വൈഭവം കൊണ്ടു നന്ദനന്ദിനിയായ സുന്ദരീ നാമങ്ങളും വർണ്ണിച്ചോ മഹാജനം കേവലം പൊങ്കാലയ്ക്ക് ശേഷം ഇവിടെ അന്നദാനം ഉണ്ടാവും. ഈ ക്ഷേത്രം ഇതിന്റെ കാലപ്പഴക്കം യഥാർത്ഥത്തിൽ നിർണയിച്ചിട്ടില്ല. ഇതിന്റെ ഈ സംസ്കൃത ഭാഷയിൽ ചില ലിപികൾ ഇതിന്റെ ശിലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഈ മണ്ണ് മൂടി കിടക്കുകയായിരുന്നു. ഞങ്ങളുടെയൊക്കെ പൂർവിക തലമുറക്കാര് ഈ മണ്ണുകൾ മൊത്തം നീക്കി കണ്ടപ്പോൾ ചില ഈ സ്വർണത്തിന്റെ കാലുകളെ, സ്വർണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിവേദ്യമായി ഇവിടെ കാണിക്കയെ അർപ്പിച്ചിട്ടുള്ള ഈ വോട്ട് കഷ്ണങ്ങൾ നിരവധി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഇതിന്റെ അടിയിൽ കാണാൻ സാധ്യതയുണ്ട്. ഈ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ അമ്പലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 7 കിടങ്ങുകളാണ്, വന്യമൃഗങ്ങളിൽ നിന്ന് അമ്പലത്തെ സംരക്ഷിക്കാൻ വേണ്ടി 7 കിടങ്ങുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് കാണുന്ന വലിയ കിടങ്ങെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പൂർവികര് പുനർനിർമ്മാണം ചെയ്തതാണ്. 7 കിടങ്ങുകളാണ് ഇതിന് ചുറ്റും മേഖലയിലുള്ളത്. ഇതിന്റെ മുമ്പിലായിട്ടൊരു അതിവിശാലമായ ഒരു ക്ഷേത്രക്കുളം, അതിനോടനുബന്ധിച്ച പുഞ്ചകള്, നിരവധി പാടശേഖരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു. അതിന്റെ ഉത്തമ തെളിവാണ് ഇപ്പോഴ് ചില മേഖലയിൽ നെൽ ചെടികൾ ഇപ്പോഴും വളർന്ന് അവിടെ ഇവിടെയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിന്റെ കല്ല് പൊട്ടിച്ച് ഈ സമീപ പ്രദേശത്ത് നിന്ന് പാറമട കൊണ്ട് കല്ല് പൊട്ടിച്ചു കൊണ്ടുവന്ന് ആ പാറമട കൊണ്ട് അവിടെ ഒരു കല്ല് എന്ന് പറയുമ്പോൾ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ കല്ലുകൾ 1000 ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകൾ അന്ന് എങ്ങനെ ഈ വനമേഖലയിൽ എത്തിച്ചു എന്നത് അത്ഭുതമാണ് ഞങ്ങൾക്കൊക്കെ. ആ പാറമട ഇപ്പോഴും നമ്മുടെ കൺമുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ വനമേഖലയില് നിരവധി ആൾക്കാർ താമസിച്ചിരുന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ ഉണ്ട്. അതിന്റെ അവർ താമസിച്ചിരുന്നതിന്റെ അവശിഷ്ടങ്ങൾ, വീടിന്റെ അവശിഷ്ടങ്ങൾ പറഞ്ഞ് വീടിന്റെ അവശിഷ്ടങ്ങൾ, കല്ലറകൾ, നിരവധി കല്ലറകൾ ഈ മേഖലയിൽ കാണപ്പെടും. ഇതിനോടനുബന്ധിച്ച് ഇതിന്റെ വടക്ക് ഭാഗത്തായിട്ടൊരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ഒരു 4-5 വർഷത്തിന് മുമ്പ് അവിടെ നിരവധി കല്ലറകളുണ്ട്. പുരാവസ്തു ഗവേഷകർ വന്ന കല്ലറ തുറന്ന് അതിന്റെ പരിവേഷണമൊക്കെ നടത്തി പോയിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് കോട്ടപ്പാറ എന്ന് പറയുന്ന കോട്ടമല എന്ന് പറയുന്ന സ്ഥലം, കോട്ടമലയിൽ കുളമുണ്ട്, കല്ലറകളുണ്ട്. അവിടെ ഈ കിഴക്കൻ മേഖലയിലേക്ക് പോയാൽ ഇത് ഈ വനം എന്ന് പറയുമ്പോഴേ ഈ കേരളവും തമിഴ്നാടുമായി മുട്ടിക്കിടക്കുന്ന അതിവിസ്തൃതമായ ഒരു വനപ്രദേശമാണ്. അവിടെ ഈ വനത്തിന്റെ പല മേഖലകളിലും കുളങ്ങളും വിഗ്രഹങ്ങളും കൂടുതൽ കാണാൻ കഴിയുന്ന നാഗേശ്യമ്മ നാഗരാജാവിന്റെ വിഗ്രഹങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ എന്തോ സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ പാലായനം ചെയ്തു. അതേക്കുറിച്ചൊക്കെ ഗവേഷണം നടന്നുകൊണ്ടുണ്ട്. അത്യാവശ്യം നമ്മളൊക്കെ അവരുടെയൊക്കെ വളരെ പിന്തുള്ള തലമുറക്കാരാണ്. അത്യാവശ്യമായി
ഈ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കല്ലറകളെന്ന് പറഞ്ഞാൽ ഒരുപാട് കല്ലറകളാണ് ഈ മേഖലയിലുള്ളതും. ശിലകളും ഈ കരിപ്പാന്തോടെന്ന് പറയുന്ന മേഖലയിൽ ഇവിടുന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മേഖലയിൽ പിന്നെ ഒരു വിഷ്ണുവിന്റെ വിഗ്രഹം അന്ന് ഈ കാട് വെട്ടാൻ പോയവര്, കാട് തെളിക്കാൻ പോയവര്, കാട് വെട്ടുന്ന ഈ തൊഴിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട ഒരു തൊഴിലാണത്. അതിൽ പോയവര് ഒരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം കാണപ്പെട്ടിട്ടുണ്ട്. അന്ന് അത് എനിക്കറിയാൻ കഴിഞ്ഞ, എന്റെ ദൃഷ്ടിപ്പെട്ടിട്ട് അറിയാൻ കഴിഞ്ഞത്, അന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ പറഞ്ഞത് അത് പബ്ലിഷ് ചെയ്യണ്ട. അതിപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് പോലും അറിയത്തില്ല ആ വിഗ്രഹം എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ മേഖലയിൽ ഒരു മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഈ വനമേഖലയിൽ പല മേഖലയിലും ഇതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തമിഴ്നാടിന്റെ മേഖലയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയില് പിന്നെ ആൾതാമസം പല മേഖലയിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്, വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്, ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ല. ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കണ്ടത് ഈ നമ്മൾ കാണുന്ന കുറിച്ചി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഈ വനവാസ മേഖലയിൽ ജനിച്ചുകൊണ്ട ആൾക്കാരാണ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് പറയുകയാണ്, ഈ അച്ചൻകോവ്, ശബരിമല, ഈ ക്ഷേത്രമൊക്കെ ഒരേ റൂട്ടിൽ ഒരേ ലൈനിൽ പെടുന്ന ക്ഷേത്രങ്ങളാണ്. ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നാളുകളിൽ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യുവാനും അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനും. ഇപ്പം ഞങ്ങൾ ഈ മേഖലയിൽ വനമേഖലയാണ്, ഇവിടെ കാർഷിക മേഖലയാണ്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനഭാഗമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം പണിയുക എന്ന് പറഞ്ഞാൽ അപ്രാപ്യമാണ്. അത് നടക്കാൻ ഇമ്പോസിബിൾ, നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇവിടെ ക്ഷേത്ര പുനർനിർമ്മാണം, നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് ഇതിൽ ആകർഷ്ടരായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷേത്ര പുനർനിർമ്മാണം നടത്താം. അത്രയും പുരാതനമായ ഒരു ക്ഷേത്രം. ഇതിന്റെ കാലപ്പഴക്കം ഞാൻ മുമ്പ് പറഞ്ഞത്, ഇതിന്റെ കാലപ്പഴക്കം എത്രയൊന്നും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ പുരാതന ഒരു ക്ഷേത്രമാണ്, അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ ക്ഷേത്രത്തിലെ ഈ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇവിടെ പരിപാടികൾ നടക്കുന്നുള്ളൂ. മുൻകാലങ്ങളിൽ പല ഉത്സവങ്ങളും നടന്നു. ഇപ്പോൾ വർഷങ്ങളായിട്ട് പൊങ്കാല മഹോത്സവം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അന്നാണ് ഇവിടെ ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നത്, അമ്പലക്കുളം വൃത്തിയാക്കുന്നത്, അമ്പലക്കുളം ഭാഗികമായി വൃത്തിയാക്കുന്നതും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഒക്കെ. ഇപ്പോഴത്തെ വനനിയമം മാറിയോണ്ട് ഇപ്പം നിരന്തരമായി കാലാകാലങ്ങൾ ഉത്സവം നടത്താൻ ഉള്ള സാമ്പത്തിക ശേഷിയും മറ്റ് സഹായങ്ങളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് ഞങ്ങൾ ഉത്സവം നിർത്തിവെച്ചുകൊണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമുള്ള പൊങ്കാല മഹോത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി ലഭിച്ചിട്ടുണ്ട്. കാലാകാലങ്ങൾ നടത്തി വരുന്നുമുണ്ട്. അതിൽ നിങ്ങൾ വീഡിയോ ഉണ്ടായിരിക്കുന്നത് ഇതിൽ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പങ്കാളിയാകണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ, അഭ്യർത്ഥന.